തൃശൂരിൽ ലഡു കടം നൽകാത്തതിനെ തുടർന്ന് കടയുടമയ്ക്ക് ക്രൂരമർദ്ദനം. ചേലക്കര മണ്ണാർക്കാട് സ്വദേശി മുരളിക്കാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ മുരളിയുടെ മുഖത്തും ശരീരത്തിലും ഗുരുതര പരിക്ക്. മദ്യലഹരിയിലെത്തിയ യുവാക്കൾ സ്ഥാപനവും അടിച്ചു തകർത്തു. വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, എന്തായിരുന്നു സംഭവം? സോന, ഇന്നലെ വൈകുന്നേരം 4:30യോടുകൂടിയാണ് ചേലക്കരയിലെ മുള്ളൂർക്കരയിൽ വെച്ച് ഈ സംഭവം നടക്കുന്നത്. കടയുടമയായ മുരളിയെ തൊട്ടടുത്ത കള്ളുഷാപ്പിൽ നിന്നും മദ്യപിച്ചെത്തിയ പരിസരവാസികളായിട്ടുള്ള 2 യുവാക്കൾ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഈ മർദ്ദനത്തിന്റെ കാരണം കടയിൽ നിന്നും ലഡു കടം ചോദിച്ചു ഇവർ. പക്ഷേ പണം തരാതെ ലഡു തരാനാകില്ലെന്ന് മദ്യലഹരിയിലെത്തിയ ഇരുവരോടും കടയുടമ പറഞ്ഞു. ഇതിന്റെ വൈരാഗ്യത്തിൽ മുരളിയെ സംഘം ചേർന്ന് 2 പേരും, വിനുവും സന്തോഷും, മുള്ളൂർക്കര സ്വദേശികൾ തന്നെയാണ് ഇവർ 2 പേരും. മുൻപ് അത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളതോ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളോ നടത്തുന്ന ആളുകളല്ല എന്നുള്ളതും ഇവരെ കുറിച്ചുള്ള വിവരം അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇവർ 2 പേരും ചേർന്ന് കടയുടമ മുരളിയുടെ ഒരാൾ കൈ പിടിച്ചു വെക്കുകയും മറ്റൊരാൾ മർദ്ദിക്കുകയുമായിരുന്നു. മുഖത്തും നെഞ്ചിലും വയറ്റിലുമൊക്കെ ക്രൂരമായി മർദ്ദിക്കുകയും വധഭീഷണി അടക്കം മുഴക്കുകയും പോലീസിനോട് പരാതിപ്പെട്ടു കഴിഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ക്രൂരമർദ്ദനം നടത്തുകയും തൃശൂരിലാണ് ലഡു കടം നൽകാത്തതിനെ തുടർന്ന് കടയുടമയ്ക്ക് ക്രൂരമായി മർദ്ദനമേറ്റത്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.